നമസ്കാരം. ഞാൻ ഇതിന്റെ ഇന്നത്തെ ഡാറ്റ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. അപ്പോൾ ഇന്നും അത്യാവശ്യം കാര്യമായിട്ടുള്ള ഒരു ട്രേഡിങ് ഇൻപുട്ട് ഇത് വന്നിട്ടുണ്ട്. നിഫ്റ്റി 50 കൗണ്ടറിൽ കാര്യമായിട്ട് പൈസ വന്നിട്ടുണ്ട്. ഇതിനകത്ത് പക്ഷെ വേറൊരു കാര്യമുണ്ട്. വിപ്രോയിൽ ഒരു 1200 കോടി രൂപയുടെ ഒരു ഡെലിവറി നടന്നിട്ടുണ്ട്. അങ്ങനെ നോക്കിയാലും റീസണബിളി നല്ല ഒരു എബോ ഹൈ ട്രേഡിംഗ് ആണ് നടന്നിരിക്കുന്നത്. പിന്നെ സപ്പോർട്ടിലൊക്കെ തന്നെയാണ്, ഏകദേശം സപ്പോർട്ടിലൊക്കെ തന്നെ ക്ലോസ് ചെയ്തതായിട്ടാണ് തോന്നുന്നത്. അഥവാ അവിടുന്ന് സ്ലിപ്പ് ആയാൽ അടുത്ത ഒരു സപ്പോർട്ട് താഴെ കാണുന്നുണ്ട്. ഏകദേശം 11,520 ടൈപ്പ് ആ ഒരു ഏരിയയിൽ കാണുന്നുണ്ട്. പിന്നെ റെസിസ്റ്റൻസ് ഈ ഇവിടെ തന്നെ കാണിച്ചിട്ടുണ്ടല്ലോ. സംഭവം റെഡ് ലൈനില് 7,141 കോടി രൂപയ്ക്കാണ് കൗണ്ടറിൽ സാധാരണ ട്രേഡിങ് നടക്കുന്നത്. അതിൽ ഇന്ന് 9,321, അതിൽ നിന്ന് ഒരു 1,200 കുറച്ചാലും ഏകദേശം 8,000 ക്രോറിന് 8,150 ക്രോറിനടുത്ത് ട്രേഡിങ് ഡെലിവറി നടന്നിട്ടുണ്ട്. അപ്പം അത്ര മോശമായുള്ള ഒരു കണ്ടീഷൻ അല്ല കാണുന്നത്. പിന്നെ ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ദിവസം 1-ാം തീയതി വിചാരിച്ച പോലെ തന്നെ താഴോട്ടാണ് വന്നത്. ഇന്നും അതിന് വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ഒരു സെൽ ഓഫ് നടക്കുന്നതായിട്ടാണ് എൻ്റെ ഒരു റീഡിങ്. 1964 സ്ഥലത്ത് 1981 കോടി രൂപയുടെ ട്രേഡിങ് നടന്നാണ് ഇന്ന് കണ്ടിരിക്കുന്നത്. അത് ഒരു എബോ ആവറേജ് എന്നൊന്നും പറയാൻ വയ്യ സത്യം പറഞ്ഞാൽ. എനിവേ, അത് പിന്നെ ഇതിനകത്ത് മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ഇന്ന് വിപ്രോയാണ് മേജർ കോൺട്രിബ്യൂട്ടർ. 1,206.19 കോടി രൂപ. ഓൺ ആൻ ആവറേജ് 6-7 കോടി രൂപയ്ക്കാണ് കഴിഞ്ഞ 13 മാസമായിട്ട് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് 91% ഡെലിവറി ഉണ്ടായിരുന്നു. അതെന്തെങ്കിലും ബൾക്കോ ബ്ലോക്കോ ഡീലായിരിക്കണം. HDFCക്ക് 69% 641 കോടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ 9,300 ക്രോറില്. പിന്നെ ജിൻഫിയില് ഒരു 66% 394, 83%. സിപ്ലയിൽ എന്തോ ഒരു ട്രേഡിങ് നടന്നിട്ടുണ്ട് കാര്യമായിട്ട്, അത് 256 ക്രോർ. ബാക്കി ഞാനിത് ഡിസെൻഡിങ് ഓർഡർ ഓഫ് ഡെലിവറി പ്രൈസ് ആണ്. അപ്പം ടോപ്പ് 20 എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വന്ന മിക്കവാറും എമൗണ്ടിന്റെ മോർ ദാൻ ഓൾമോസ്റ്റ് 50% കൂടുതൽ ഇതിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ ബാക്കി 50 എണ്ണത്തിന്റെ എടുത്തില്ല. പിന്നെ ഇവിടെ ബാങ്കിങ്ങില് HDFC ബാങ്കില് 294 കോടി രൂപ. മറ്റേ ലിസ്റ്റിലും ഉണ്ടല്ലോ, അത് തന്നെ 54% പിന്നെ 50% കോട്ടക്കില് ഒരു 208 കോടി രൂപ. ബാക്കി അത് ടോട്ടൽ 13 ഇതും ബാങ്കിങ് നിഫ്റ്റി ഇൻഡെക്സിലെ എല്ലാത്തിന്റെയും ഡാറ്റ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇത് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. അത് നമ്മളുടെ ആസ് യൂഷ്വൽ ക്വാളിഫൈഡോ സർട്ടിഫൈഡോ ആയിട്ടുള്ള ആളല്ല. ഈ ഡാറ്റയിലുള്ള ഒരു കാൽക്കുലേഷന്റെ പുറത്താണ് എല്ലാവരും അവരവരുടേതായ പഠനം നടത്തിയിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു.